വി വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ഒരു ചെറിയ ഡേ ഇൻ മൈ ലൈഫാണ്. നമ്മളിപ്പം എന്തായാലും സ്റ്റാർട്ട് ചെയ്ത ഒരു ചെറിയൊരു യാത്രയിലാണ്. ചടയമംഗലത്ത് നിന്നാണ് നമ്മൾ യാത്ര ആരംഭിച്ചത്. നമുക്ക് ജടായുപ്പാറ ഇവിടെ കാണാൻ പറ്റും. ഈ ഒരു സ്ഥലം പ്രസിദ്ധമാവുന്നത് തന്നെ ഈ ഒരു ജടായുപ്പാറയുടെ പേരിലാണ്. ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ വരുന്ന ഒരു സ്പോട്ടാണ് ജടായുപ്പാറ. ഇന്നത്തെ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫിലെന്ന് വെച്ചാൽ യൂണിവേഴ്സിറ്റി വരുന്ന പോകണം, കുറച്ച് പരിപാടിയുണ്ട്. പിന്നെ യൂണിവേഴ്സിറ്റി പോയിട്ട് ഏതാണ്ട് 11 മണിയോടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കും നമുക്കവിടെ എത്തണം. പിന്നെ അതിന് മുന്നേ പറ്റുമെങ്കിൽ നമുക്ക് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് പോകണം. കുറച്ച് നാളായിട്ട് വിചാരിക്കുന്നു പോകണമെന്ന്. നമ്മൾ പമ്പിൽ എണ്ണ അടിക്കാൻ വേണ്ടിയിട്ട് കയറി പെട്രോളൊക്കെ അടിച്ച് നമ്മൾ ഇറങ്ങി. നേരത്തെ ഞാൻ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞത് കേരള യൂണിവേഴ്സിറ്റിയാണ് കേട്ടോ, ട്രിവാൻഡ്രത്തുള്ളത്. ഈ റോഡെന്ന് പറയുന്നത് ബ്ലൈൻഡ് സ്പോട്ടാണ്. ഇവിടെ എതിരെ വരുന്ന വാഹനങ്ങൾ സ്പീഡിൽ വന്നാൽ പോലും നമുക്ക് കാണാൻ പറ്റത്തില്ല. കുരിയോട് നിന്ന് നിലമയിലേക്ക് പോകുന്ന റൂട്ടാണിത്. ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് മിക്കവാറും പോലീസ് ചെക്കിംഗ് ഉള്ള ഒരു ഏരിയയും കൂടാണ്. എന്തായാലും നല്ല വിശപ്പുണ്ട്. നമുക്കിപ്പോൾ ഫുഡ് കഴിച്ചിട്ട് പോവാം. ഇവിടെ പുതിയൊരു റെസ്റ്റോറൻറ്റ് തുടങ്ങിയിട്ടുണ്ട്, എല്ലാവർക്കും അറിയായിരിക്കും. ചട്നി മാമി എന്നാണ് നമ്മുടെ വഴിയോര കടയുടെ തന്നെ ഔട്ട്ലെറ്റാണിത്. ചട്നി മാമി എന്ന് പറഞ്ഞ ഒരു പേരിൽ അവർ തുടങ്ങിയിട്ടുണ്ടെന്നേ ഉള്ളൂ. അങ്ങനെ ദേ നമ്മുടെ ചട്നി മാമിയിലെത്തി. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ചട്നി മാമിയിലെത്തിയിട്ട് ഫുഡ് കഴിച്ചതൊന്നും കണ്ടില്ലല്ലോ. അവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ടായിരുന്നു ഗൈസ്, നമുക്കത് വഴിയേ കാണാം. ഹിംസ റോഡ് സൈഡിൽ വെഞ്ഞാറമൂട് ഗോകുലം മെഡിക്കൽ കോളേജ് എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് ലെഫ്റ്റ് സൈഡിലൊരു ക്ഷേത്രമുണ്ട്. നമ്മളിപ്പോൾ തിരുവനന്തപുരത്ത് പോയാലും ആ ക്ഷേത്രത്തിനോടെ നിർത്തി പൈസ ഇട്ട് പ്രാർത്ഥിച്ചിട്ടാണ് പോകുന്നത്, അല്ലെങ്കിൽ ജസ്റ്റ് വണ്ടി സ്ലോ ചെയ്ത് പ്രാർത്ഥിച്ചിട്ടായിരിക്കും പോകുന്നത്. കാര്യം അവിടെ ചെന്ന് പ്രാർത്ഥിച്ചിട്ട് യാത്ര തുടരുമ്പോൾ എന്തോ ഒരു പോസിറ്റീവ് എനർജി എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. ഈ ചേച്ചി ഉള്ളപ്പോഴാണെന്നുണ്ടെങ്കിൽ ചന്ദനവും തരും. ഇന്ന് കാണോ അവിടെ നല്ല രീതിയിൽ ആൾക്കാരെ നിർത്തി തൊഴുതിട്ടാണല്ലോ. എല്ലാവർക്കും ഒരുപാട് വിശ്വാസമുള്ള സ്ഥലമല്ലേ. ശരി, ക്ഷേത്രത്തെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞു തരാനായിട്ട് എനിക്കറിയില്ല. മറ്റൊരു ബൈക്ക് യാത്ര ഞാൻ ചേട്ടൻ വന്നപ്പോഴേക്കാണ് ആ ചേച്ചി അങ്ങോട്ട് പോയത്. എനിക്ക് മുമ്പുണ്ടായൊരു അനുഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് തൊട്ട് മുമ്പായിട്ട് ഇടയ്ക്ക് വെച്ചിട്ട് എൻ്റെ വണ്ടി ഒന്ന് സ്കിഡായി. ഞാൻ നല്ല പാനിക്കായി. അവസാനം ഞാൻ ഈ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ വണ്ടി കൊണ്ട് നിർത്തി കുറച്ച് നേരം ഇവിടെ ഇറങ്ങി പ്രാർത്ഥിച്ചതിന് ശേഷമാണ് എനിക്ക് പിന്നീട് വണ്ടി എടുക്കാനുള്ള ഒരു ധൈര്യം വന്നത്. ഇപ്പോൾ വെഞ്ഞാറമൂടാണ് എത്തിയിരിക്കുന്നത്. വളരെ വളരെ മോശം എന്ന് പറയുന്ന ഒരു ട്രാഫിക് ഐലൻഡുള്ള സ്ഥലമാണ് ഈ വെഞ്ഞാറമൂട് എന്ന് പറയുന്നത്. സ്ഥിരം എപ്പോഴും ഇവിടെ ട്രാഫിക് ബ്ലോക്കാണ്. രാവിലെ എന്നില്ല, ഉച്ചയ്ക്കെന്നില്ല, വൈകിട്ടെന്നില്ല, എപ്പോഴായാലും വെഞ്ഞാറമൂട് വഴി പോകുമ്പോൾ ഒരു അരമണിക്കൂർ ട്രാഫിക് ബ്ലോക്കിൽ പെട്ട് നമ്മുടെ സമയം അത്ര നഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ്. ഇവിടുത്തെ ആൾക്കാർ ഇതിനെതിരെ ഭയങ്കരമായിട്ട് പ്രതികരിച്ചു. ഇതേപോലെ അവർക്ക് ഫ്ലൈ ഓവർ വേണം, അല്ലെങ്കിൽ ഒരു ബൈപ്പാസ് മേറ വേണം എന്നൊക്കെ പറഞ്ഞ് ആൾക്കാർ പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും അതെല്ലാം വെറുതെ ആയി. അതെ ഗൈസ്, നമുക്ക് ഒരു പണി കിട്ടി ഗൈസ്. ചട്നി മാമി സ്പെഷ്യൽ ദോശയൊക്കെ കഴിക്കാന്നും പറഞ്ഞു പോയതാ. അവിടെ 8 മണിക്ക് സ്പെഷ്യൽ ദോശ രാവിലെ കാപ്പ് കുടിക്കണം, അതിന് വേണ്ടി കയറിയെന്നേ ഉള്ളൂ. സ്പെഷ്യൽ ദോശ ചട്നി മാമി സ്പെഷ്യൽ ദോശ ഉണ്ട് അവിടെ നല്ല എന്ന് ഞാൻ അറിഞ്ഞു. കഴിച്ചിട്ടുണ്ടോ? ഇല്ല, അത് കഴിക്കാൻ പോയതാണ്. പക്ഷെ അവിടെ 8 മണിക്കേ തുറക്കത്തുള്ളൂ. നമ്മൾ നല്ല നേരത്തെ ആയിരുന്നു. അതുകൊണ്ട് ഇവിടെ പോത്തങ്കോട് ശാന്തിഗിരിയുടെ അടുത്തുള്ള ഒരു റെസ്റ്റോറന്റ് ആണ്. ഇത് ശാന്തിഗിരിയുടെ തന്നെ ഫുഡ് കോർട്ടാണ് നല്ലതാണ് കേട്ടോ. ഇവിടെ നല്ല വൃത്തിയും വീറൊക്കെ ഉള്ള സ്ഥലമാണ്. അവരുടേതായിട്ടുള്ള ഒരുപാട് പ്രോഡക്റ്റ് ഒക്കെ ഉണ്ട്. നല്ല വൃത്തിയായിട്ട് അതെല്ലാം ഓപ്പൺ ആയിട്ട് അവർ ഉണ്ടാക്കുകയും ചെയ്യുന്നത്. കറക്റ്റ് അടുക്കള, ഓപ്പൺ അടുക്കള. പൂരിയ കഴിച്ചില്ലേ? വയറ് നിറഞ്ഞില്ലേ? പൂരി മസാല കഴിച്ചു. വയറ് നിറഞ്ഞല്ല. ഇനി വണ്ടി കയറി, ഇനിയിപ്പോ അടുത്തടുത്തോട്ട് പോകണം. ഇതാണ് ഞാനിപ്പോൾ പറഞ്ഞ ആ റെസ്റ്റോറൻറ്റ്. അവിടെ കയറി നമ്മൾ പൂരി മസാല ഓർഡർ ചെയ്തു. ഇവിടെ വെജിറ്റേറിയൻ ആണ് കേട്ടോ. വെജിറ്റേറിയൻ ഫുഡ്സ് മാത്രമേ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളൂ. നല്ല ചൂടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് വയറൊക്കെ നിറച്ച് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ പത്മനാഭസ്വാമി ക്ഷേത്രമാണ്. അങ്ങനെ നമ്മൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിനടുത്തെത്തി. വണ്ടി പാർക്ക് ചെയ്തിട്ട് അങ്ങോട്ട് നടക്കാം. ഇവിടെ ദർശനത്തിനെത്തുമ്പോൾ ജെൻസ് ഷർട്ട് ധരിക്കാനായിട്ട് പാടില്ല. സ്ത്രീകൾക്ക് സാരി ധരിക്കാം, പക്ഷേ ചുരിദാറാണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ അതിന് മുകളിൽ കൂടെ മുണ്ടെടുത്തിട്ട് മാത്രമേ ക്ഷേത്രത്തിലേക്ക് കയറാൻ സാധിക്കുള്ളൂ. അതുപോലെ തന്നെ ക്ഷേത്രത്തിലേക്ക് ഫോണോ ബാഗോ മറ്റു വസ്തുക്കളൊന്നും കൊണ്ടുപോകാൻ സാധിക്കില്ല.
അമ്പലത്തിൽ കയറാനായിട്ട് പോകുന്ന സമയത്ത് വീഡിയോ എടുക്കാനായിട്ടുള്ളൊരു ഗ്യാപ്പ് കിട്ടിയില്ല. കാര്യം ഒരു പാൻ പാർക്കിൽ വണ്ടി ഇട്ടിട്ടാണ് ഞങ്ങൾ നേരെ നമ്മൾ തെക്കേ നട വഴിയാണ് അമ്പലത്തിൽ കയറിയത്. എന്തായാലും പെട്ടെന്ന് കയറി, അതൊരു കറക്റ്റ് സമയമായിരുന്നു. നല്ല രീതിയിൽ കണ്ട് തൊഴാനായിട്ട് പറ്റി. ആൾ തിരക്ക് വളരെ കുറവായിരുന്നു. അപ്പോൾ പിന്നീട് ഇപ്പം നട അടച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി നല്ല സമയം കഴിഞ്ഞതിന് ശേഷം മാത്രമേ തുറക്കുകയുള്ളൂ. ഇപ്പോഴും ഭക്തജനങ്ങൾ ഒരുപാട് പേര് പോകുന്നുണ്ട്. ഇപ്പോൾ നല്ല രീതിയിലൂടെ ക്യൂ ആയിട്ടുണ്ട്. നമ്മുടെ ഫോണും പേഴ്സും ഒക്കെ ഈ ഒരു ക്ലോക്ക് റൂമിൽ ഏൽപ്പിച്ചിട്ടാണ് നമ്മൾ പോയത്. ഇനി കയ്യിൽ മുണ്ടില്ല എന്നുള്ള ടെൻഷൻ വേണ്ട. ഇവിടെ മുണ്ടൊക്കെ വാടകയ്ക്കും അതുപോലെ തന്നെ വാങ്ങിക്കാനും കിട്ടും. അങ്ങനെ ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ കേരള യൂണിവേഴ്സിറ്റിയിലേക്ക് എത്തി. യൂണിവേഴ്സിറ്റിയിൽ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ഓഫീസിലേക്ക് പോയി. അവിടുന്ന് ഫോമൊക്കെ വാങ്ങി ഫില്ല് ചെയ്തു. അതുപോലെ ഫീസൊക്കെ അടച്ചു. ഇന്ന് തിരക്ക് കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് നടന്നു. യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ നേരെ ഞങ്ങൾ വീട്ടിലേക്ക് തന്നെ പോവുകയാണ്. അപ്പോൾ ഇന്ന് വന്ന 2 കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് തന്നെ നടന്നു. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ.